ഹലോ സുഹൃത്ത്, നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 25, ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി JD's കറണ്ട് അഫേഴ്സ്. ഓരോ കോമ്പറ്റീഷനിലും കറണ്ട് അഫേഴ്സിന് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് എന്നും നമ്മൾ കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കൂ. നമുക്ക് ഓരോ പരീക്ഷകളിലും എവിടെയും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. ഇന്ന് നവംബർ 25 നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഇതൊരു ന്യൂസ് ഹെഡിംഗ് ആണ്. വയനാട് പാലക്കാട് ചേലക്കര ബൈ ഇലക്ഷൻ റിസൾട്ട് 2024. വയനാട് പാലക്കാട് ചേലക്കര ബൈ ഇലക്ഷൻ റിസൾട്ട് പ്രഖ്യാപിച്ചു. ഇന്നലെ ഞായറാഴ്ചയായിരുന്നു. ഇന്നലത്തെ പത്രത്തിൽ വരേണ്ട ഒരു വാർത്തയായിരുന്നു. എന്നാൽ ഇന്നലെ കറണ്ട് അഫേഴ്സ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ കറണ്ട് അഫേഴ്സിൽ ഈ ഒരു വാർത്ത ഇട്ടിട്ടുള്ളത്. നമുക്കതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. പ്രിയങ്ക ഗാന്ധി ആദ്യമായി MP ആയത് ഏത് മണ്ഡലത്തിൽ നിന്നാണ്? വയനാട്. ആദ്യമായിട്ടാണ് പ്രിയങ്ക ഗാന്ധി ഇലക്ഷനിൽ നിൽക്കുന്നത്. ഇത് വയനാടായിരുന്നു. 52 വയസ്സുള്ള പ്രിയങ്ക ഗാന്ധി ആദ്യമായിട്ട് MP ആയി. അത് കേരളത്തിലെ വയനാട് കോൺസ്റ്റിറ്റ്യുവൻസിൽ നിന്നാണ്. 2024 വയനാട് ലോക്സഭ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി 4 ലക്ഷത്തിലധികം മാർജിനിൽ വിജയിച്ചത് ആർക്കെതിരെ? സത്യൻ മൊകേരി. വയനാട് ഇലക്ഷനിലെ പ്രിയങ്ക ഗാന്ധിക്ക് എതിരെ നിന്നിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് സത്യൻ മൊകേരി. അദ്ദേഹത്തിനെതിരെ 4 lakhs മാർജിനിലാണ് പ്രിയങ്ക ഗാന്ധി വിജയിച്ചിട്ടുള്ളത്. വയനാട് കോൺസ്റ്റിറ്റ്യുവൻസിലെ രാഹുൽ ഗാന്ധിയായിരുന്നു MP. എന്നാൽ അദ്ദേഹം റായ്ബറേലി സീറ്റിലും വിജയിച്ചതുകൊണ്ട് മാത്രമാണ് വയനാട് കോൺസ്റ്റിറ്റ്യുവൻസി അദ്ദേഹം രാജിവെക്കുകയും ആ ഒരു സ്ഥാനത്താണ് ബൈ ഇലക്ഷൻ നടന്നിട്ടുള്ളത്. ഇവിടെയാണ് പ്രിയങ്ക ഗാന്ധി ബൈ ഇലക്ഷനിലെ 4 lakhs ഒരു വിജയം കരസ്ഥമാക്കിയിട്ടുള്ളത്. 2024 പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ആര്? രാഹുൽ മാങ്കൂട്ടത്തിൽ. UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ ആണ് പാലക്കാട് ബൈ ഇലക്ഷനിൽ വിജയിച്ചിട്ടുള്ളത്. 2024 ചേലക്കര ബൈ ഇലക്ഷനിൽ ആരാണ് വിജയിച്ചത്? UR പ്രദീപ്. LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള UR പ്രദീപ് ആണ് ചേലക്കര ബൈ ഇലക്ഷനിൽ വിജയിച്ചിട്ടുള്ളത്. ഇപ്പൊ 3 സ്ഥലത്തായിരുന്നു കേരളത്തിൽ ഇലക്ഷൻ. ഒന്ന് വയനാട്, പ്രിയങ്ക ഗാന്ധി വിജയിച്ചു. പാലക്കാട് ബൈ ഇലക്ഷനിൽ UDFന്റെ രാഹുൽ മാങ്കൂട്ടത്തിലും ചേലക്കര ബൈ ഇലക്ഷനിൽ LDFന്റെ UR പ്രദീപ്. മറ്റൊരു ന്യൂസ് ഹെഡിംഗ് ആണ്. BJP ലെഡ് മഹായുതി അലയൻസ് സ്വീപ് അസംബ്ലി ഇലക്ഷൻ ഇൻ മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, JMM. ഇപ്പൊ ജാർഖണ്ഡിൽ JMM വിജയിക്കുകയും അതുപോലെ തന്നെ മഹാരാഷ്ട്ര അസംബ്ലി ഇലക്ഷനിലാണെങ്കിൽ BJP മഹായുതി അലയൻസ് ആണ് വിജയിച്ചിട്ടുള്ളത്. നമുക്കതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024 നവംബർ 23 തിരഞ്ഞെടുപ്പ് ഫലത്തിൽ മഹാരാഷ്ട്ര നിയമസഭ തിരഞ്ഞെടുപ്പിൽ പ്രധാന സീറ്റുകൾ നേടിയ പാർട്ടി ഏത്? BJPയുടെ നേതൃത്വത്തിലുള്ള മഹായുതി സഖ്യം. ഇപ്പൊ BJP ലെഡ് മഹായുതി അലയൻസ് ആണ് 2023 പ്രഖ്യാപിച്ചിട്ടുള്ള മഹാരാഷ്ട്ര അസംബ്ലിയിൽ വിജയിച്ചിട്ടുള്ളത്. മഹാരാഷ്ട്ര നിയമസഭാ സീറ്റുകളിലെ 288 അസംബ്ലി സീറ്റുകളിൽ BJPയുടെ നേതൃത്വത്തിലുള്ള മഹായുതി സഖ്യം എത്ര സീറ്റുകൾ നേടി? 230 സീറ്റ്. മഹാരാഷ്ട്ര അസംബ്ലിയിൽ 288 സീറ്റ്സ് ആണുള്ളത്. ഇപ്പൊ 288 അസംബ്ലി സീറ്റ് ഉള്ള മഹാരാഷ്ട്രയിൽ 230 സീറ്റ് ആണ് BJP സഖ്യം ആയിട്ടുള്ള മഹായുതി അലയൻസ് വിജയിച്ചിട്ടുള്ളത്. ജാർഖണ്ഡ് തിരഞ്ഞെടുപ്പിലെ 81 അംഗ അസംബ്ലി സീറ്റുകളിൽ 2024 നവംബർ 23 തിരഞ്ഞെടുപ്പ് ഫലത്തിലെ 56 സീറ്റുകളിൽ ഏത് പാർട്ടിയാണ് വിജയിച്ചത്? JMM ലെഡ് അലയൻസ്. JMM നയിച്ചിട്ടുള്ള സഖ്യമാണ് 2024 നവംബർ 23 ഫലം പ്രഖ്യാപിച്ചപ്പോൾ ജാർഖണ്ഡിൽ വിജയിച്ചിട്ടുള്ളത്. ജാർഖണ്ഡിലെ 81 അസംബ്ലി സീറ്റിലാണ് 56 സീറ്റ് JMM, അതായത് ജാർഖണ്ഡ് മുക്തി മോർച്ച് നേടിയിട്ടുള്ളത്. ഇപ്പൊ മഹാരാഷ്ട്രയിലാണെങ്കിൽ 288 അസംബ്ലി സീറ്റും ജാർഖണ്ഡിലാണെങ്കിൽ 81 അസംബ്ലി സീറ്റ് ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സീറ്റ് ഉള്ള സംസ്ഥാനം എന്ന് പറയുമ്പോൾ അത് UP, 403 സീറ്റ് ആണുള്ളത്. ഏറ്റവും കുറവ് പുതുശ്ശേരി, 30 സീറ്റ്, 3 നോമിനിയും. തൊട്ടുപുറകെ സിക്കിം ആണെങ്കിൽ 32 സീറ്റ് ആണുള്ളത്. കേരളമാണെങ്കിൽ 140 അസംബ്ലി സീറ്റ് ആണുള്ളത്. ജാർഖണ്ഡ് സംസ്ഥാനത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരായിരിക്കും? ഹേമന്ത് സോറൻ. ജാർഖണ്ഡ് മുക്തി മോർച്ച് ആണ് 56 സീറ്റ് നേടിക്കൊണ്ട് ജാർഖണ്ഡിൽ വിജയിച്ചിട്ടുള്ളത്. ഇപ്പൊ ഹേമന്ത് സോറൻ ജാർഖണ്ഡ് മുക്തി മോർച്ചിന്റെ ലീഡറാണ്. അദ്ദേഹമാണ് ഈ വരുന്ന നവംബർ 26 ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രി ആകുന്നത്. മറ്റൊരു ന്യൂസ് ഹെഡിംഗ് ആണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിംഗ് അനൗൺസസ് ദി പ്രസ്റ്റീജിയസ് നാഷണൽ ഗോപാൽ രത്ന അവാർഡ് 2024 വിന്നേഴ്സ്. ദേശീയ ഗോപാൽ രത്ന അവാർഡുകൾ പ്രഖ്യാപിച്ചു. നമുക്കതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ദേശീയ ഗോപാൽ രത്ന അവാർഡുകൾ ഏത് വകുപ്പാണ് പ്രഖ്യാപിക്കുന്നത്? മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ്.
യൂണിയൻ ഗവൺമെന്റിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ്. ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് നാഷണൽ ഗോപാൽ രത്ന അവാർഡുകൾ പ്രഖ്യാപിക്കുന്നത്. ദേശീയ ഗോപാൽ രത്ന അവാർഡുകൾ ഏത് തീയതിയിലാണ് വർഷം തോറും പ്രഖ്യാപിക്കുന്നത്? നവംബർ 26 ദേശീയ ക്ഷീരദിനം. നാഷണൽ മിൽക്ക് ഡേ ആഘോഷിക്കുന്നത് നവംബർ 26 തീയതിയാണ്. അപ്പൊ നവംബർ 26 നാഷണൽ ഗോപാൽ രത്ന അവാർഡുകൾ പ്രഖ്യാപിക്കുന്നത്. മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ, ഒപ്പം തന്നെ ഫാദർ ഓഫ് ദി വൈറ്റ് റവല്യൂഷൻ ഇൻ ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്ന ഡോക്ടർ വർഗീസ് കുര്യൻ, അദ്ദേഹത്തിന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ടാണ് എല്ലാ വർഷവും നാഷണൽ മിൽക്ക് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. നവംബർ 26 നാളെയാണ് നാഷണൽ മിൽക്ക് ഡേ. ഇതുമായി ബന്ധപ്പെട്ടാണ് നാഷണൽ ഗോപാൽ രത്ന അവാർഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ദേശീയ ഗോപാൽ രത്ന അവാർഡുകൾ മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് എല്ലാ വർഷവും എത്ര വിഭാഗങ്ങളിൽ നൽകുന്നു? 3 വിഭാഗങ്ങൾ. 3 കാറ്റഗറീസിലാണ് നാഷണൽ ഗോപാൽ രത്ന അവാർഡുകൾ നൽകുന്നത്. ഈ 3 കാറ്റഗറീസ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഡയറി ഫാർമർ റിയറിംഗ് ഇൻഡിജീനിയസ് കാറ്റിൽ ബഫല്ലോ ബ്രീഡ്, ബെസ്റ്റ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ടെക്നീഷ്യൻ, കൂടാതെ ബെസ്റ്റ് ഡയറി കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസർ കമ്പനി എന്നീ 3 കാറ്റഗറീസിലാണ് നാഷണൽ ഗോപാൽ രത്ന അവാർഡ് നൽകുന്നത്. ദേശീയ ഗോപാൽ രത്ന അവാർഡുകൾ ഈ വർഷം ഒരു പ്രത്യേക അവാർഡ് ആരംഭിച്ചത് ഏത് പ്രദേശത്തിനാണ്? വടക്ക് കിഴക്കൻ മേഖല, നോർത്ത് ഈസ്റ്റേൺ റീജിയൻ. ഈ മേഖലയെ പ്രാധാന്യം കൊടുക്കുന്നതിന് വേണ്ടി ഈ പ്രാവശ്യം നാഷണൽ ഗോപാൽ രത്ന അവാർഡിൽ ഒരു സ്പെഷ്യൽ അവാർഡ് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ 3 കാറ്റഗറിയിലും നോർത്ത് ഈസ്റ്റേൺ റീജിയനെ പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലുള്ള അവാർഡ് ആണ് ഈ പ്രാവശ്യത്തെ നാഷണൽ ഗോപാൽ രത്ന അവാർഡിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നോർത്ത് ഈസ്റ്റേൺ റീജിയനെ പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു അവാർഡ് ആണ് ഇപ്പോൾ നൽകുന്നത്. മറ്റൊരു ന്യൂസ് ഹെഡിംഗ് ആണ് റസ്ലിംഗ് റീതിക ഹൂഡ ക്ലിഞ്ചസ് ഗോൾഡ് മെഡൽ അറ്റ് വേൾഡ് മിലിറ്ററി ചാമ്പ്യൻഷിപ്പ്. വേൾഡ് മിലിറ്ററി ചാമ്പ്യൻഷിപ്പിൽ റീതിക ഹൂഡയ്ക്ക് ഗോൾഡ് കരസ്ഥമാക്കാൻ സാധിച്ചു. നമുക്കതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 37ാമത് ലോക സൈനിക ഗുസ്തി ചാമ്പ്യൻഷിപ്പ് ഏത് രാജ്യത്താണ് നടന്നത്? യെരേവൻ, അർമേനിയ. അർമേനിയ എന്ന ഒരു രാജ്യം, ഇത് വെസ്റ്റ് ഏഷ്യയിലെ ഒരു രാജ്യമാണ്. അപ്പൊ അർമേനിയയുടെ ക്യാപിറ്റൽ ആണ് യെരേവൻ. യെരേവനിൽ വെച്ചാണ് വേൾഡ് മിലിറ്ററി റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് നടന്നിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കണം, വേൾഡ് മിലിറ്ററി റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ആണ് അർമേനിയയിലെ യെരേവൻ എന്ന സ്ഥലത്ത് 37ാമത്തെ ചാമ്പ്യൻഷിപ്പ് നടന്നിട്ടുള്ളത്. ലോക മിലിറ്ററി ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 76 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയിൽ നിന്ന് ആരാണ് സ്വർണം നേടിയത്? റീതിക ഹൂഡ. ഇന്ത്യയിലെ പ്രൊഫഷണൽ റെസ്ലിംഗ് താരമാണ് റീതിക ഹൂഡ. റീതിക ഹൂഡയാണ് 37ാമത്തെ വേൾഡ് മിലിറ്ററി റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ 76 കിലോഗ്രാം കാറ്റഗറിയിൽ സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ളത്. 37ാമത്തെ ലോക മിലിറ്ററി റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 55 കിലോ വിഭാഗത്തിൽ സ്വർണം നേടിയ ആദ്യ വനിത ആരാണ്? ജ്യോതി സിഹാഗ്. ഇന്ത്യക്ക് വേണ്ടി ആദ്യത്തെ സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ളത് ജ്യോതി സിഹാഗ് ആണ് 55 കിലോ കാറ്റഗറിയിൽ. കൂടാതെ റീതിക ഹൂഡയും മറ്റൊരു താരമായിട്ടുള്ള പ്രിയങ്ക, ഈ 3 പേരാണ് ഇന്ത്യക്ക് വേണ്ടി സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ളത്. 37ാമത് ലോക മിലിറ്ററി റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ടീം എത്ര മെഡലുകൾ നേടി? 7 മെഡൽസ്. ഇന്ത്യൻ ടീമിന് 7 മെഡൽസ് ആണ് ലഭിച്ചിട്ടുള്ളത്. ഇതിൽ 3 ഗോൾഡ്, 1 സിൽവർ, 3 ബ്രോൺസ് ആണ് ലഭിച്ചിട്ടുള്ളത്. ഗോൾഡ് നേടിയിട്ടുള്ള താരങ്ങളാണ് റീതിക ഹൂഡ, ജ്യോതി സിഹാഗ്, പ്രിയങ്ക. മറ്റൊരു ന്യൂസ് ഹെഡിംഗ് ആണ് നാഷണൽ കാഡറ്റ് കോർപ്സ് കംപ്ലീറ്റ് 76 ഇയേഴ്സ്. NCC 76 വർഷം പൂർത്തിയാക്കി. നമുക്കതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. നാഷണൽ കാഡറ്റ് കോർപ്സ് അതിന്റെ 76ാമത് റേസിംഗ് ഡേ ആഘോഷിക്കുന്നത് ഏത് തീയതിയിലാണ്? 24 നവംബർ 2024. 2024 നവംബർ 24 തീയതിയാണ് NCCയുടെ റേസിംഗ് ഡേ. അതായത് ഇന്നലെയായിരുന്നു NCC 76ാമത്തെ റേസിംഗ് ഡേ ആയിട്ട് ആഘോഷിച്ചിട്ടുള്ളത്. 1948 സ്ഥാപിതമായ ലോകത്തിലെ ഏറ്റവും വലിയ യൂണിഫോം ധരിച്ച യുവജന സംഘടന ഏതാണ്? NCC. ഇപ്പൊ NCC സ്ഥാപിതമായിട്ടുള്ളത് 1948 ഇത് ലോകത്തെ ഏറ്റവും വലിയ യൂണിഫോം ധരിച്ച യുവജന സംഘടന എന്ന് പറയുമ്പോൾ അത് NCC ആണ്. NCCയുടെ ഡയറക്ടർ ജനറൽ ആരാണ്? ലഫ്റ്റനന്റ് ജനറൽ ഗുർബീർ പാൽ സിംഗ്. ഇന്ത്യൻ ആർമിയിലെ ഏറ്റവും ടോപ്പ് ലെവലിലെ റാങ്ക് ആണ് ജനറൽ. അത് കഴിഞ്ഞാൽ തൊട്ടു താഴെ വരുന്ന റാങ്ക് ആണ് ലഫ്റ്റനന്റ് ജനറൽ. NCCയുടെ ഡയറക്ടർ ജനറൽ ആണ് ലഫ്റ്റനന്റ് ജനറൽ ഗുർബീർ പാൽ സിംഗ്. NCC എന്ന ഈ ഓർഗനൈസേഷനെ 17 റീജിയണൽ ഡയറക്ടേഴ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. NCCയുടെ മുദ്രാവാക്യം എന്താണ്? വാട്ട് ഈസ് ദ മോട്ടോ ഓഫ് NCC? യൂണിറ്റി ആൻഡ് ഡിസിപ്ലിൻ. യൂണിറ്റി ആൻഡ് ഡിസിപ്ലിൻ ആണ് NCCയുടെ മോട്ടോ. ഐക്യവും അച്ചടക്കവും. ഇപ്പൊ നമ്മളിന്ന്
ലേറ്റസ്റ്റ് ആയിട്ടുള്ള 21 കറണ്ട് അഫേഴ്സും അതുമായി ബന്ധപ്പെട്ട GK ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓരോ പ്രാവശ്യം ഇതുപോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഓരോ പരീക്ഷകളിലും എവിടെയും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.